ചെറുപ്പത്തിൽ എന്തുവരെ പഠിച്ചു? വിദ്യാഭ്യാസം എന്തുവരെ കഴിഞ്ഞിട്ടാണ് പോകുന്നത് അഹമ്മദാബാദിൽ? ഞാൻ BBA ബാച്ചലർ ഓഫ് ബിസിനസ് ഗുജറാത്തിൽ നിന്ന്. അതെ, അതിനുശേഷം ഗൾഫിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ വെച്ച് ചെറുപ്പത്തിൽ ആരാകണം എന്നായിരുന്നു ആഗ്രഹിച്ചത്? ഞാൻ ചെറുപ്പത്തിൽ പഠിക്കുന്ന കാലത്ത് ഞാനൊരു ലോയർ ആവണമെന്നായിരുന്നു ആക്ച്വലി എൻ്റെ ആഗ്രഹം. നല്ലപോലെ വാചകമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് എൻ്റെ പിതാവ് കച്ചവടക്കാരനാണല്ലോ. ആദ്യം എൻ്റെ 2-3 സ്റ്റേജാണ് ഞാനീ പറയുന്നത്. അത് കഴിഞ്ഞപ്പോൾ പിതാവിനെപ്പോഴും കച്ചവടക്കാരനാവണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അതെൻ്റെ കുടുംബം, എൻ്റെ സഹോദരനും കച്ചവടക്കാരനാണ്. ഞങ്ങളുടെ കുടുംബം മുഴുവൻ ഇപ്പോൾ ബിസിനസ് ഫാമിലിയാണ്. അപ്രതീക്ഷിതമായിരുന്നു ബാപ്പയുടെയും ഉമ്മയുടെയും മരണം. അത് അബുദാബിയിൽ വെച്ചിട്ടാണ് എൻ്റെ പിതാവും മാതാവും അവിടെ വെച്ചിട്ടാണ് മരണപ്പെട്ടത്. ആക്സിഡന്റ് ആയിരുന്നു. ആ ദിവസം ഇപ്പോഴും അവർക്ക് വേണ്ടി മാത്രമായി മാറ്റിവെക്കും. നല്ല അനുസരണയുള്ള മകനായിരുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുസരണയുള്ള മകനായിരുന്നു. ഈ അവര് ശ്രീ യൂസഫ് അലിയുടെ വളർച്ച കാണാൻ അവർക്ക് കഴിഞ്ഞു. അവരുടെ പ്രാർത്ഥന ഇപ്പോഴും എൻ്റെ ഒപ്പം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവനാകുന്നു ഞാൻ. കേരളത്തിൽ എന്താണ് എന്തെങ്കിലും മുതൽ മുടക്കാൻ ഇത്ര വൈകിയത്? ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാത്തിനും ഒരു ടൈമുണ്ട്. ഞാൻ കേരളത്തിനെ പറ്റി ഇപ്പോൾ കഴിഞ്ഞ വേൾഡ് എക്കണോമിക് കോൺഫറൻസ് ഡവോസിൽ നടന്നപ്പോൾ അതിന് ഒരു ഇന്ത്യൻ മീറ്റിംഗ്, ലക്ഷ്മി മിത്തൽ, മുകേഷ് അംബാനി, മുഞ്ചൽ, അങ്ങനെ ജെറ്റ് എയറിന്റെ നരേഷ് ഗോയൽ, പ്രകാശ് റൂവിയ, അങ്ങനെ ഇന്ത്യയിലെ ടോപ്പ് ഫോർച്യൂൺ 100 പീപ്പിൾ എന്ന് പറഞ്ഞ ക്രീം ലെയർ എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. വിനീതനായി ഞാനും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് കേരളത്തെ പറ്റിയാണ്. ഇറ്റ്സ് എ ഗോഡ്സ് ഓൺ കൺട്രി. എ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആർ വെയിറ്റിംഗ് ഫോർ യു, പ്ലീസ് കം ടു കേരള. അപ്പൊ അതിൽ നിന്ന് ഏറ്റവും വലിയൊരു കച്ചവടക്കാരൻ മുഞ്ചാൽ, ഹീറോ ഹോണ്ടയ്ക്കുള്ള എന്നോട് ചോദിച്ചു, വാട്ട് ഈസ് യുവർ ഇൻട്രസ്റ്റ് ഇൻ കേരള, ടെൽ മീ. യു ആർ ഇൻവൈറ്റിംഗ് അസ് ടു ഇൻവെസ്റ്റ് ഇൻ കേരള, ബട്ട് വാട്ട് ഈസ് ദ വോളിയം ഓഫ് യുവർ ഇൻവെസ്റ്റ്മെന്റ്? അങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ 1500-2000 കോടി ഉൾപ്പെടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് എന്ന് പറയാനുള്ള ചങ്കൂറ്റം എനിക്ക് വേണം എന്നതുകൊണ്ടാണ് ഞാൻ എൻ്റെ സംസ്ഥാനത്ത്. എന്തുകൊണ്ട് വൈകിപ്പോയി? ടൈം വരെ കാശും കയ്യിൽ വരണ്ടേ. ഗൾഫ് എക്സ്പാൻഷൻ നടന്ന് ഒരു ലെവൽ എത്തിയാലല്ലേ അവിടെ നിന്ന് എടുത്തിട്ട് വേറെ എവിടേക്കെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഗൾഫിൽ നിന്നും വരവേൽക്കുന്ന സിനിമയെ കുറിച്ച് പ്രധാനമന്ത്രിയാണ് ഇവിടെ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ പറഞ്ഞത്. ഗൾഫിൽ നിന്നും പണം മുടക്കിയവരുടെ, ഇവിടെ കൊണ്ടുവന്ന് മുടക്കിയവരുടെ ഒക്കെ അവസ്ഥ ദയനീയമായത് കണ്ടിട്ടാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും അനുസരിച്ച് ആറ്റിറ്റ്യൂഡുകൾ മാറണം. നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുടെയും ആറ്റിറ്റ്യൂഡ് മാറണം. പക്ഷെ ഇപ്പോൾ വളരെ വ്യത്യാസമുണ്ട് കഴിഞ്ഞൊരു 10 കൊല്ലമായിട്ട്. കാരണം ആ പഴയ ജനറേഷൻ പോവുകയും പുതിയ ജനറേഷൻ അധികാരത്തിൽ വരികയും ആ ജനറേഷൻ ലോകത്തിൻ്റെ മാറ്റങ്ങളെ കണ്ടു പഠിക്കുകയും അതനുസരിച്ച് കേരളം മാറണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാകുന്നു ഇപ്പോൾ ഉള്ളവർ. അപ്പോൾ വെരി പോസിറ്റീവ്. പക്ഷെ നന്ദിഗ്രാം പോലുള്ളത് നമുക്കൊരു ദുരന്തമല്ലേ, വ്യവസായിക ദുരന്തമല്ലേ? ഇപ്പോൾ അവിടെ അന്നത്തെ ഗവൺമെന്റിനെ വിശ്വസിച്ച് പണം മുടക്കി ഇപ്പോൾ അവർ കോടതിയിൽ കേസിന് പോകുന്നു അവരുടെ മുതൽ മുടക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി. ഒരു വ്യവസായിയുടെ അത് ബംഗാളിലാണ്. കേരളത്തിലൊന്നും അങ്ങനെ സംഭവിച്ചിട്ടില്ലല്ലോ. നമ്മളിപ്പോ കേരളത്തെ കുറിച്ച് വ്യവസായികൾ വരണമെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവണം. ഞാൻ എപ്പോഴും ഗവൺമെന്റിനോട് പറയുന്നതാ, രാജ്യത്ത് റോഡുകൾ ഉണ്ടാവണം, സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി ഉണ്ടാവണം, അതിന് ഇൻഡസ്ട്രി സോണുകൾ തിരിക്കണം, എന്നിട്ട് അത് ഗവൺമെന്റ് ലാൻഡ് അലോക്കേറ്റ് ചെയ്യണം, അത് ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള പ്രോസസ്സ് വേണം. അതൊക്കെ എല്ലാം കൂടി അത് ടൈം അനുസരിച്ച് വരുമെന്നാണ് എന്റെ വിശ്വാസം. താങ്കളുടെയൊക്കെ ക്ഷണം അനുസരിച്ച് ഈ വൻ വ്യവസായികൾ ഇവിടേക്ക് വന്നാൽ ഈ റോഡ് കണ്ടാൽ അവർ ഇവിടുന്ന് ഓടിപ്പോകത്തില്ലേ? അതാണ് ഇപ്പൊ ഏറ്റവും വലിയ ഇഷ്യൂ. അതാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ കൂട്ടണം. അതിനുവേണ്ടിയാണ് ഇൻകൽ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഇൻഫ്രാസ്ട്രക്ചർ കേരള ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ഇൻകൽ എന്നൊരു കമ്പനി ഉണ്ടാക്കി. അവരതിനെപ്പറ്റിയുള്ള മാസ്റ്റർ പ്ലാൻ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ ഡയറക്ടറാണ്. മിസ്റ്റർ CK മേനോൻ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് ആൾക്കാർ ഞങ്ങൾ NRIs അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും കേരളത്തിന് ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെ ഒരു പുതിയ മുഖം കൊടുക്കാതിനെപ്പറ്റി ചർച്ച ചെയ്തുകൊണ്ട് പഴയ ഗവൺമെൻറ്റാണ് സ്റ്റാർട്ട് ചെയ്ത് ഈ ഗവൺമെൻറ് അത് അതേമാതിരി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിൽ ഇറ്റ് വിൽ ടേക്ക് ടൈം. റോം ഒറ്റ ദിവസം കൊണ്ടുണ്ടായതല്ല,
അതിന് സമയം പിടിക്കും, സന്ദർഭമുണ്ട്, സാഹചര്യമുണ്ട്, ഫൈനാൻസ് വേണം. ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കൈയച്ച് അവർ അതിന് ഹെൽപ്പ് ചെയ്യണം. ഫൈനാൻഷ്യൽ സർവീസ്, ലോണുകൾ, അങ്ങനെയൊക്കെ ആയിട്ടേ അത് തുടങ്ങാൻ പറ്റുള്ളൂ. പക്ഷെ അത് അതിവിദൂരം ഞങ്ങളെല്ലാവരും അതിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ഭരണാധികാരികളുടെ ഇച്ഛാശക്തി ഇല്ലായ്മ ഒരു പ്രധാന തടസ്സമല്ലേ? ഞാൻ പറയാൻ കാരണം ഈ പോപ്പുലറിസ്റ്റിക് മുദ്രാവാക്യങ്ങൾക്ക് വേണ്ടി, ഹിപ്പോക്രസി, അതിനൊക്കെ വേണ്ടി പറഞ്ഞത് ഈ സത്യത്തിൽ യാഥാർത്ഥ്യത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നില്ലേ ഈ ഭരണാധികാരികൾ? ഞാൻ ഒരു പ്രത്യേക ഗ്രൂപ്പിനെയോ മുന്നണിയല്ല ഉദ്ദേശിക്കുന്നത്. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭരണാധികാരികളെ കാണുമ്പോൾ പറയുന്നത്, നമ്മുടെ രാജ്യത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് വരാൻ സാധ്യമുള്ളൂ. ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ വന്നാലേ ഈ രാജ്യത്ത് ജോലിയില്ലാത്ത, എന്തിനാണ് ഈ ഇൻഡസ്ട്രി കൊണ്ടുവരുന്നത്? ഇവിടെ ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണം. അതുകൂടാണ്ട് ഇപ്പോൾ ഒരു അഗ്രികൾച്ചറൽ ഓറിയന്റഡ് ഇൻഡസ്ട്രി ആണെങ്കിൽ നമ്മൾ അഗ്രികൾച്ചറിന്, കൃഷിക്കാർക്ക് ഗുണം ചെയ്യണം. ഇപ്പോൾ ഒരു പൈനാപ്പിൾ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണെങ്കിൽ ആ പൈനാപ്പിൾ കൃഷിക്കാർക്കാണ് അതുകൊണ്ട് ഉപകാരം. ഒരു വെജിറ്റബിൾ പ്രോസസ്സിംഗ് സോൺ അല്ലെങ്കിൽ വെജിറ്റബിൾ പ്രോസസ്സിംഗ് യൂണിറ്റ് ഇവിടെ തുടങ്ങിയാൽ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് ഗുണം കിട്ടണം. അപ്പോ അങ്ങനത്തെ ഇച്ഛാശക്തി വേണം. അതിപ്പോ നമ്മുടെ നേതാക്കളൊക്കെ പഠിച്ച് നന്നായി വരുന്നുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. കഴിഞ്ഞ ഗവൺമെന്റായാലും ഈ ഗവൺമെന്റായാലും അതിൽ അവരതിനെപ്പറ്റി പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. അതല്ല കഴിഞ്ഞ പ്രാവശ്യം ഇൻകാൽ ഞങ്ങൾ ഉണ്ടാക്കിയത്. ഇവിടെ കേരളത്തിന്റെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ നമുക്ക് ഇവിടെ തന്നെ, പ്രത്യേകിച്ച് ഗൾഫിൽ നിന്ന് ആൾക്കാർ മടങ്ങി വരുന്നു എന്നുള്ള യാഥാർത്ഥ്യം അല്ല. ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് 1 ലക്ഷം ആളുകൾ നൗ NRI എന്ന് പറഞ്ഞാൽ നൗ റിട്ടേണിംഗ് ഇന്ത്യ എന്നാണ് ഇപ്പൊ പറയുന്നത്. മുമ്പ് നോൺ റെസിഡൻസ് ഇന്ത്യൻസ് എന്നുള്ളൂ. പിന്നെ ബിക്കോസ് അവർക്ക് ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇപ്പോൾ. ആയതുകൊണ്ട് പുറത്ത് നിന്ന് ആൾക്കാർ ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന സന്ദർഭം വരും. ഇപ്പോൾ 1 ലക്ഷം ആൾക്കാർ ഇപ്പൊ ഞങ്ങൾ OIFC, ഓവർസീസ് ഇന്ത്യൻ ഫെലിസിറ്റേഷൻ സെന്റർ, ഞാൻ അതിന്റെ ബോർഡ് മെമ്പറാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മീറ്റിംഗ് കൂടി. അപ്പോൾ മിനിസ്ട്രി ഓഫ് ഓവർസീസ് ഇന്ത്യൻ അഫയേഴ്സിന്റെ സെക്രട്ടറി ദിദാർ സിംഗ് അദ്ദേഹം പറയുന്നു, ആസ് പെർ അവരുടെ കണക്കനുസരിച്ച് ഏതാണ്ട് 1 ലക്ഷം അഭ്യസ്ത വിദ്യർ പുറത്തുനിന്ന് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നു. അത് ഇന്ത്യൻ ഒറിജിൻ ആളുകളും നോൺ NRIക്കാരും. കാരണം ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നു. അതിനനുസരിച്ചുള്ള ഓപ്പർച്യൂണിറ്റീസ് കേരളത്തിൽ വന്നിട്ടില്ല. അത് വളരെ അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ് നമ്മളെല്ലാവരും ചെയ്യുന്നത് കൂട്ടായി. അതിന് മാധ്യമ പ്രവർത്തകർക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യാനുണ്ട്. ഒരുപാട് കോൺട്രവേഴ്സി ഉണ്ടാക്കി തീർക്കുന്നത് മാധ്യമക്കാരാണ്. അത് അവർ ഈ രാജ്യത്തിന് ഭാവി തലമുറയ്ക്ക് വേണ്ടി വളരെ പോസിറ്റീവായിട്ട് ഒരു നെഗറ്റീവ്, ഒരു കറപ്ഷൻ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് അതൊക്കെ അവരെടുത്ത് എക്സ്പോസ് ചെയ്യണം. കാരണം മാധ്യമധർമ്മമാണ് ഈ രാജ്യത്ത് എന്തെങ്കിലും അനീതി ഉണ്ടെങ്കിൽ അത് എക്സ്പോസ് ചെയ്യുക എന്നുള്ളത്. പക്ഷെ രാജ്യ പുരോഗതി, രാജ്യത്തിന് ഭാവി തലമുറക്ക് ജോലി കൊടുക്കുന്ന കാര്യം വരുമ്പോൾ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. മാധ്യമപ്രവർത്തകർ തെറ്റായ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ അല്ലെങ്കിൽ വിവാദങ്ങൾ ഉണ്ടാക്കിയാൽ അതിൽ അടിസ്ഥാനമില്ലെങ്കിൽ അതിൽ ലൈഫ് ഉണ്ടാവില്ല, ഏറെ ദിവസം നിലനിൽക്കില്ല. അപ്പോൾ അതിനെ മറികടക്കാനുള്ള ഇച്ഛാശക്തിയല്ലേ ഭരണാധികാരികളും വ്യവസായികളും കാണിക്കേണ്ടത്? എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാധ്യമക്കാരുടെ അവരുടെ പ്രൊഫഷനാണ് മാധ്യമപ്രവർത്തനം. അതിന് ഞാൻ തെറ്റ് പറയില്ല. പക്ഷെ ഈ ഇങ്ങനത്തെ ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി ലോകത്തെമ്പാടും അവരാണ് കേരളത്തിന്റെ ഫേസ്. കേരളത്തിന്റെ മാധ്യമ പ്രവർത്തകരാണ് കേരളത്തിന്റെ ഫേസ്. അവരെങ്ങനെ കേരളത്തെ പറ്റി പ്രൊജക്ട് ചെയ്യുന്നു അതുമാതിരിയാണ് ലോകം അതിനെ കാണുക. ഇപ്പൊ ഏതെങ്കിലും ഒരു ടെലിവിഷൻ ഇപ്പൊ വേൾഡ് മുഴുവൻ കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ പറയുന്നതിന് ലോകത്തെമ്പാടുമുള്ളവർ അറിയാം. അപ്പൊ കേരളത്തിനെ പറ്റി എപ്പോഴും പോസിറ്റീവായിട്ട് പ്രൊജക്ട് ചെയ്യേണ്ട ബാധ്യത ഒരു കച്ചവടക്കാരൻ എന്നേക്കാൾ കൂടുതൽ മാധ്യമ പ്രവർത്തകർക്കാണ്. കാരണം ഭാവി തലമുറ ആലോചിച്ച് എന്ന് വെച്ചിട്ട് എന്തെങ്കിലും തെറ്റായ കാര്യം ശരിയായി പറയണമെന്നല്ല ഞാൻ പറയുന്നത്. തെറ്റായ കാര്യം എക്സ്പോസ് ചെയ്യണം. അങ്ങനെ മാധ്യമ പ്രവർത്തകർ എക്സ്പോസ് ചെയ്യുന്ന കാരണമാണ് ഒരുപാട് ഈ രാജ്യത്തിന്റെ കറപ്ഷൻ ഇല്ലാണ്ടായി പോയിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രം ശ്രീ യൂസഫ് അലിയെ പത്മശ്രീ നൽകി ആദരിക്കുകയുണ്ടായി. പക്ഷേ എല്ലാ അർഹതപ്പെട്ടവരുടെ കരങ്ങളിലാണോ ഈ പത്മശ്രീയും അതുപോലുള്ള ആദരവുകൾ എത്തുന്നത്? അത് കൊടുത്തവരോട് ചോദിക്കണം ആർക്കാണ് കൊടുക്കേണ്ടതെന്ന്. എനിക്ക് തന്നതിൽ ഞാൻ ഇന്ത്യ ഗവൺമെന്റിനോട് വളരെ നന്ദിയുള്ളവനാണ്. 20,000 ആൾക്ക് ജോലി കൊടുത്തു. അന്ന് 16,000 ആൾക്കാർക്ക് ജോലി കൊടുത്തിരുന്നു. പിന്നെ എന്നാൽ കഴിയുന്ന കാര്യം ഞാൻ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്നു, ഇനിയും ചെയ്യും. അപ്പൊ അത് ഞാൻ നന്ദി. വേറുള്ളവർക്ക് കൊടുത്തത് ശരിയാണോ തെറ്റാണോ എന്ന് കൊടുക്കുന്നവർ ചിന്തിക്കണം.
ഏഷ്യയിലെ ഏറ്റവും വലിയ കൺവെൻഷൻ സെന്ററാണ് കൊച്ചിയിൽ വരുന്നത്. എന്തൊക്കെയാണ് കൺവെൻഷൻ അല്ല, ഏഷ്യയിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാൾ. എന്താണ് അടുത്ത കേരളത്തിലേക്കുള്ള മുതൽ മുടക്ക് പദ്ധതി? ഇനി എനിക്ക് ബോൾഗാട്ടിയിൽ ഏറ്റവും വലിയൊരു കൺവെൻഷൻ സെന്റർ തുടങ്ങണമെന്നുണ്ട്. കാരണം ഇന്നിപ്പോൾ സിംഗപ്പൂരൊക്കെ നടക്കുന്ന കൺവെൻഷനുകളുടെ നേർപകുതി ചാർജിൽ ലോകത്തിലെ ഏറ്റവും വലിയ കൺവെൻഷൻ കൊച്ചിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ രാജ്യത്ത് ഒരുപാട് ആൾക്കാർക്ക് ജോലി കിട്ടും. ഗോഡ്സ് ഓൺ കൺട്രി, രാജ്യത്തെ പ്രകൃതി ഭംഗി ആസ്വദിച്ച്. ഇപ്പോഴും കൊച്ചി ഒരു വൃത്തിരഹിത നഗരമാണ്. അത് ചേഞ്ച് ചെയ്യുമല്ലോ. അതിനൊക്കെ ദീർഘദൃഷ്ടിയുള്ള ഉദ്യോഗസ്ഥന്മാരും ഭരണാധികാരികളും അതിനെപ്പറ്റി ഇപ്പോൾ മെട്രോ വരുന്നു. ഇത് എപ്പോഴും ഞാൻ ഉദാഹരണം പറഞ്ഞ റോം ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല. ഇതൊരു പ്ലാൻഡ് സിറ്റിയല്ല. ഇപ്പോൾ ഞാൻ കസാഖിസ്ഥാനിൽ പോയപ്പോൾ അവരുടെ അസ്താന ആൻഡ് അർമാട്ടി, ഈ അസ്താന എന്ന് പറഞ്ഞ ഒരു പ്ലാൻഡ് ക്യാപിറ്റൽ ഉണ്ടാക്കിയിരിക്കണം. ഇപ്പൊ ഡൽഹിയിൽ 2 സോൺ ഉണ്ടല്ലോ, അതൊരു പുതിയ സോൺ ഒരു പ്ലാൻഡ് സിറ്റി ആയിരുന്നു. അപ്പോൾ കൊച്ചിനൊരു പ്ലാൻഡ് സിറ്റി അല്ല, അതൊരു പ്ലാൻഡ് സിറ്റി ആക്കി മാറ്റണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരം അങ്ങനെ മാറ്റുന്നു, അങ്ങനെ കോഴിക്കോട് മാറ്റണം. ഒരു സിറ്റി മാത്രം മാറ്റിക്കൊണ്ട് കാര്യമില്ല. പക്ഷെ നമ്മുടെ കൊച്ചി നഗരം സ്മാർട്ട് സിറ്റി വരുന്നു, ഏഷ്യയിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാൾ വരുന്നു, ഏറ്റവും വലിയ കൺവെൻഷൻ സെന്റർ വരുന്നു. അങ്ങനെയുള്ള വളരെയേറെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കൊച്ചിയിൽ നടക്കുക. കൊച്ചി നഗരത്തിന് അതിനെ താങ്ങാൻ ശേഷിയുണ്ടോ? അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പൊ കൊച്ചി നഗരത്തിലോട്ട് കയറി കഴിഞ്ഞാൽ പുറത്തോട്ടിറങ്ങുന്നത് എത്ര മണിക്കൂർ എടുക്കുമെന്ന് താങ്കൾക്കറിയാം? അതിനെ പറ്റിയിട്ട് അധികൃതർ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കേണ്ട കച്ചവടക്കാരായ ഞങ്ങളല്ല, സംസ്ഥാനം ഭരിക്കുന്നവരാണ്. അപ്പോൾ അവരതിനെപ്പറ്റി ചിന്തിച്ചിട്ട് ചെയ്യേണ്ടതാണ്. അതിൽ മാധ്യമപ്രവർത്തകരെ അവരോട് സൂചിപ്പിക്കേണ്ടതാണ്. പക്ഷെ ഒരു പൊളിറ്റിക്കൽ കൺസെൻസസ് ഇതുപോലുള്ള വികസന കാര്യങ്ങളിൽ ഉണ്ടാകേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഉണ്ടാകണം. കാരണം അത് പ്രതിപക്ഷം ഭരണപക്ഷത്താകുമ്പോൾ മുമ്പുണ്ടായിരുന്ന ഭരണപക്ഷം എതിർക്കുകയും പിന്നെ ഇപ്പോൾ ഒരു പാർട്ടി വരുമ്പോൾ മറ്റേ പാർട്ടി എതിർക്കുകയും ചെയ്യുന്ന ആ പ്രവണത രാജ്യത്തിന്റെ പുരോഗതിക്ക് നല്ലതല്ല.